ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് മണപ്പുറത്താണ്. ആലുവ ശിവരാത്രി മണപ്പുറം വന്നിട്ടുണ്ട്. നമ്മളവിടെ പോവാണ് ഗായ്സ്. ഇന്നത്തെ ഈ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പാലം കയറി നടക്കാണ് ഗായ്സ്. ഇതാണ് ഇൻട്രോവേർട്ട് ഫിദ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നിട്ട് ഒറ്റ മൈൻഡിൽ നേരെ മണപ്പുറത്തേക്ക് പോയി. എല്ലാ കൊല്ലം നോമ്പിനാണ് ഇപ്പം മണപ്പുറം വന്നുകൊണ്ടിരിക്കുന്നത്. ഹെമിൽ ബേബിയും ഹെയ്സും ഒക്കെ ഫുള്ള് ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മണപ്പുറം എത്തി. നമ്മൾ ഇതിന്റെ ഉള്ളിലെത്തിയത് ഇവിടെ പാട്ടും ഡാൻസൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. എല്ലാ തവണയൊന്നും വ്യത്യസ്തമായിട്ടാണ് ഈ സ്റ്റേജ് പരിപാടിയും ഡാൻസും പാട്ടൊക്കെ അവിടെ ഞാൻ കാണുന്നത്. ഇത്രയും കൊല്ലമായിട്ട് ഞാൻ അവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഹെമിൽ ബേബി കങ്കാരു ബാഗ് കിടന്ന് ഫുൾ എക്സ്പ്ലോറിംഗ് ആണ്. ഹെയ്സുക്കാണെങ്കിൽ അവിടെ കാണുന്ന എല്ലാ ടോയ്സും വേണം. നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാണ്, നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഗെയിംസിൻ്റെ ഒക്കെ സ്ഥലത്തെത്തി. ആദിലകാക്ക ബോൾ എറിഞ്ഞെങ്കിലും വീണില്ല. പിന്നെ ഹാഷി എറിഞ്ഞു. ഹാഷിയുടെ ഒരെണ്ണം ബാക്കിയൊന്നും വന്നാലും നമുക്കൊന്നും കിട്ടിയില്ല ഗൈസ്. എന്നാലും നമ്മൾ തളരൂല. നമുക്ക് അങ്ങനെ ലാസ്റ്റ് ബോൾ ഇട്ട് നമുക്ക് അടിച്ചു വാരി കിട്ടി. ഞാൻ ചെയ്യണ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ടോന്നും പിന്നെ എങ്ങനത്തെ കണ്ടന്റുകളൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമന്റിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ ഗൈസ്. ഇത് ഹെമിൽ ബേബിയുടെ ടൈപ്പർ ബാഗ്. അങ്ങനെ നമ്മൾ റൈഡിന്റെ ഒക്കെ അവിടെ എത്തി. റൈഡിന്റെ അവിടെ എത്തുമ്പോൾ ഓരോ റൈഡ് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വാ കയറുന്നും പറഞ്ഞ്. എന്നിട്ട് നമ്മൾ ഹെയ്സൂനെ ഒരു ഹെലികോപ്റ്ററിന്റെ റൈഡിൽ കയറ്റി. അവിടെയുള്ള എല്ലാ റൈഡും ഒന്നിലൊന്നും വെച്ചാണ്. ഈ ഒരു സംഭവമാണ് അവിടുത്തെ ഏറ്റവും ഡേഞ്ചർ ആയിട്ട് എല്ലാവർക്കും തോന്നിയത്. മെയിൻലി ചെന്ന് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ റൈഡിൽ കയറണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ കയറുമ്പോൾ ആകാംക്ഷയൊക്കെ വരുമ്പോൾ ഉണ്ടാവുമെന്ന് കണ്ട് തന്നെ അറിയണം. സത്യം പറഞ്ഞാൽ കയറാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കയറി അതങ്ങോട്ട് തുടങ്ങി ആ സ്പീഡ് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാണ് അടിവയറ്റിൽ നിന്നൊക്കെ എന്തോ ഒരു സാധനം ഇങ്ങനെ ഇറങ്ങി പോണ ഒരു ഫീലായിരുന്നു. ഈ വീഡിയോ ഒന്നും ഒന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ റൈഡ് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോൺ എടുക്കാൻ വരെയും പറ്റില്ല. അമ്മാതിരി സ്പീഡിൽ അതങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കമ്പിന്ന് വിടാൻ പോലും തോന്നൂല. കൈയൊക്കെ നിറച്ചിട്ട് വെള്ളം വീഡിയോ ഒക്കെ നിറക്കാണ്. അതിൻ്റെ ഉള്ളിൽ കയറി നിങ്ങൾ മസ്റ്റായിട്ട് ഈ റൈഡിൽ കയറണം. കാരണം ഞാൻ കയറിയിട്ട് തന്നെ കിളി പോയി. ചുക്ക് മണപ്പുറത്ത് എങ്ങനെയുണ്ട്? റൈഡൊക്കെ കയറിയാ? എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ടായി? ഞാൻ കയറി മേളി. അവിടുന്ന് ഇങ്ങോട്ട് ചാടം. ബുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ പല വെറൈറ്റി ബുക്കുണ്ട്. മൈ ഫോൾട്ട്, യുവർ ഫോൾട്ട്, അവർ ഫോൾട്ട്, അങ്ങനെ എല്ലാ ബുക്കും അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഡാൻസും പാട്ടൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കുറേ കടയിലൊക്കെ കയറി വെറുതെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നു. അങ്ങനെ നമ്മൾ ടോയ്സൊക്കെ മേടിച്ച് കോളിഫ്ലവർ ബജിയൊക്കെ കഴിച്ച് അതിൽ കൂടെ ഇങ്ങനെ നടക്കാറുന്നു. വന്നപ്പോൾ എനർജി ഒന്നും ഇപ്പില്ല ഗൈസ്. ആർക്കും വന്നപ്പോൾ എനർജി പോകാൻ നേരത്തെ ഉണ്ടാവില്ല. പിന്നെ ആ റൈഡിൽ കയറിയോടുകൂടി ആകെ കിളിയും പോയി, എല്ലാം പോയി. നമ്മളിവിടെ ഇരിക്കുകയാണ്. എല്ലാവർക്കും കുറേ നേരം നടന്ന് ക്ഷീണമാകുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. ദിലീപ് കാവ്യമാധവൻ്റെ വീടാണ്. ദിലീപിൻ്റെ വീടാണ് ഗൈസ്. ദിലീപിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അവരൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ മണപ്പുറത്തിന് വന്നപ്പോൾ നമ്മൾ കാവ്യമാധവനെ അവരെയൊക്കെ കണ്ട്. പക്ഷേ തവണ ആരെയും കാണുള്ള ഗൈസ്. ഗേറ്റ് അടിച്ചേക്കാണ്. അപ്പോൾ ഗൈസ് നമ്മൾ മണപ്പുറത്തുനിന്ന് ഇതേ തിരിച്ച് പോവാണ്. എല്ലാവരും പറ്റാണ്ടായി. നിങ്ങൾ ഇതുവരെ മണപ്പുറത്ത് വരാത്തവരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം വരണം. റൈഡിലൊക്കെ കയറണം. എന്തായാലും കിളി പോവും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.